ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ബംഗാളി ട്രഡീഷണൽ സ്വീറ്റാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു കടായി അടുപ്പത്ത് വയ്ക്കണം. കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്കൊരു 125 ഗ്രാം നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം. കടലപ്പൊടി ഇടുന്ന സമയത്ത് ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം പൊടി ഇടാനായിട്ട്. അതിനുശേഷം വളരെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി എല്ലാ ഭാഗത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിമും കൂടി ഒന്ന് ഓണാക്കി കൊടുക്കണം. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കരിഞ്ഞു പോവാനും പാടില്ല. അത്രയും ശ്രദ്ധിച്ച് കൈയെടുക്കാതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ആ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കടായിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശേഷം അതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക ഒന്ന് ചതച്ചതാണ്, അതും കൂടി ഒന്നിക്ക് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒറ്റ നൂൽ പരുവം ആവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കടലപ്പൊടി നന്നായിട്ട് ലൂസായി വരണുണ്ട്. ഇത് കുറച്ചുകൂടി ലൂസ് കൺസിസ്റ്റൻസിയിലാവാനുണ്ട്. അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഷുഗർ സിറപ്പും ഇവിടെ റെഡിയാണ്. ഒറ്റ നൂൽ പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ ഇളക്കുന്ന സമയത്ത് അതിൻ്റെ കൂടെ തന്നെ നിന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം. കൈയെടുക്കാതെ നന്നായിട്ട് കരിയാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മുടെ കടലപ്പൊടിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെയ്യിലൊക്കെ കിടന്ന് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് നെയ്യിലിട്ട് വരട്ടി മൂപ്പിച്ചിട്ട് ഇതുപോലെ ഗോൾഡൻ യെല്ലോ കളർ ആവുന്നത് വരെ നന്നായിട്ട് വരട്ടി കൊടുക്കണം. അതാണ് അതിൻ്റെ പാകം. ഷുഗർ സിറപ്പും കുറച്ച് നേരം ഫ്ലെയിം ഓഫാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇട്ട ഏലക്ക ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. പൊടിയാണെങ്കിൽ സാരമില്ല, നമ്മൾ ഇതുപോലെ ക്രഷ് ചെയ്താണ് ഇടണമെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റി കൊടുക്കണം. ശേഷം ആ സിറപ്പ് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കടലപ്പൊടിയുടെ മിക്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ച ഉടനെ തന്നെ നമുക്ക് കൈ എടുക്കാതെ ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം. നന്നായിട്ട് എല്ലാ ഭാഗത്തും യോജിപ്പിച്ചെടുത്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കടലപ്പൊടിയും ഷുഗർ സിറപ്പ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു മോൾഡിലേക്ക് മാറ്റണം. അതിനായിട്ട് ഞാനൊരു ട്രേയിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഈ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ശേഷം നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് തട്ടി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ഡെക്കറേഷനായിട്ട് ഡ്രൈ നട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ടോപ്പിൽ ഒന്ന് ഇട്ട് കൊടുക്കണം. ഡ്രൈ നട്ട്സൊക്കെ ഇട്ടതിന് ശേഷം ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതുപോലെ കത്തി കൊണ്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. നമുക്ക് ഏത് ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് നോക്കിയിട്ട് അതേ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതുപോലെ കട്ട് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അത് തണുക്കുന്ന സമയത്ത് നമുക്കത് ഒടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഞാനൊരു 1-1.5 മണിക്കൂർ ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട്, നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് വരച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് ഒടിച്ചെടുക്കാൻ പറ്റും. കട്ടിയായി പോയാൽ കട്ട് ചെയ്തെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ടാണ് മുന്നേ അങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇന്നത്തെ ഈ സ്വീറ്റ് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ദിവാലി സ്പെഷ്യലായിട്ടുള്ള സ്വീറ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തേക്കണം. അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.